പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. റോമ 10:9 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശുവാണ് ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് തൻ്റെ കുരിശു മരണത്തിലൂടെ ദൈവമക്കളെ രക്ഷയിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് യേശുവാണ് രക്ഷകൻ എന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. റോമ 10:17 തിരുവചനം പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന്. യേശുവിനെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ആ വിശ്വാസമാണ് യേശുവിൻ്റെ വചനങ്ങൾ സ്വീകരിക്കുവാൻ, ആ വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, വചനമനുസരിച്ച് ജീവിക്കുവാൻ പ്രേരണ നൽകുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരം എന്ന് എഴുതപ്പെട്ടത്. മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെ യേശു വിളിച്ചപ്പോൾ അവരോട് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ്. എങ്ങനെയാണ് മനുഷ്യരെ പിടിക്കുന്നത്? പാപാന്ധകാരത്തിൽ കഴിയുന്ന ദൈവ മക്കളെ യേശുവിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിച്ചുകൊണ്ട് അവരുടെ ആത്മാക്കളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മനുഷ്യരെ പിടിക്കുന്നവരായി മാറുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കും. മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. യാക്കോബ് 4:5 തിരുവചനം പറയുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന്. നമ്മുടെ ആത്മരക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മരക്ഷയ്ക്കായി നാം എന്താണ് ചെയ്യേണ്ടത്? യാക്കോബ് 1:21-22 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമായി പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ദൈവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. നാം വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഇരുതല വാളിനേക്കാൾ ശക്തിയേറിയ ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കും. വചനത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. യേശുവിന് 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന്. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തികളെ നയിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ടത് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് എന്ന ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവസ്വരം തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള പ്രേരണ നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. തിന്മകളിൽ നിന്നും സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും അകറ്റി ആത്മാവിനെ രക്ഷിക്കാനുള്ള ആ പ്രചോദനവും ശക്തിയും ധൈര്യവും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് നാം അനുദിനം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.